എവ്രി വൺ ഔറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണോ കിട്ടുന്നത് എന്നാണ്. അപ്പോൾ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഏകദേശം 99% നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇൻ കേസ് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാഫ് ഷോർട്ടേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് മാറാനും സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾക്ക് ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരിക്കാം കിട്ടാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുറേ പേർ എനിക്ക് മെയിൽ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലാണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ ICU ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്നും ICUയിലേക്ക് പിന്നീട് മാറ്റം വരുമോ എന്നുള്ളതാണ്. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട് കുവൈറ്റിൽ. നമ്മുടെ നാട്ടിലുള്ള ആ ഒരു പാറ്റേൺ അല്ല ഇവിടെ. ചില പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് എല്ലാം ഉണ്ട്, ഓവർ ടൈം ഉണ്ട്. ഇതിന് മുൻപ് ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് C ഗ്രേഡ് ആയിരുന്നു. A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്, അങ്ങനെ 3 ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും A ഗ്രേഡ് അല്ലെങ്കിൽ B ഗ്രേഡ്, ഇത് 2 ഗ്രേഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ചില പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ നമ്മൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നൈറ്റ് അലവൻസ് നമുക്ക് ഇല്ലാണ്ടാവും എന്നുള്ള വിചാരം വേണ്ട. പിന്നെ ചില പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ ഓവർ ടൈം ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾക്ക് ആ രീതിയിലുള്ള ഒരു പക്ഷേ നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് അല്ലെങ്കിൽ നൈറ്റ് അലവൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഓവർ ടൈം ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു പേയ്മെൻറ്റ് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഇപ്പോൾ വന്നിരിക്കുന്നതെങ്കിൽ പിന്നീട് മാറ്റുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ആരെങ്കിലും മ്യൂച്വൽ എക്സ്ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ മാത്രം പോസിബിൾ ആവുന്നൊരു കാര്യമാണ്. അത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ പലരെയും അതുപോലെ ICU എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊക്കെ സ്കൂൾ ഹെൽത്തിലും ഒക്കെ പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവരെ പോസ്റ്റിംഗ് തരുന്നതനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വളരെ ചേഞ്ച് ഒന്നും വരുത്താനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മൾക്ക് നമുക്ക് മെയിൽ മിസ്സായിപ്പോയി, ഇനി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസ് ചെയ്താൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വളരെ ചാൻസ് കുറവാണ്. കാരണം ഇപ്പോൾ വളരെ കുറച്ചാണ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ മിസ്സായിപ്പോയെങ്കിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് BSc ഫ്രഷേഴ്സിന് ചാൻസ് ഉണ്ടോ എന്നാണ്. BSc ഫ്രഷേഴ്സിന് ചാൻസ് ഇല്ല. മിനിമം 2 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും ലിങ്ക് ഓപ്പൺ ആണ്, പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്കിലും ഇൻ്റർവ്യൂ കോൾസും കാര്യങ്ങളൊക്കെ വളരെ പതുക്കെയാണ് നടക്കുന്നത്. GNMകാരുടെ കാര്യം ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടൊരു ആൻസർ അറിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും GNM നഴ്സസ് വരുന്നുണ്ട്. ഒരിടയ്ക്ക് ചെറുതായിട്ടൊരു ഹോൾഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും GNM നഴ്സസ് വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ വിസ എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു എക്സാക്റ്റ് ഡേറ്റ് പറയാൻ പറ്റില്ലെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾക്ക് മിനിസ്ട്രിയിൽ പേപ്പർ വർക്ക് നിങ്ങളുടെ പുരോഗമിക്കുന്നതിനനുസരിച്ച് മാത്രമേ വിസ വരികയുള്ളൂ, പ്രൊവൈഡഡ് നമ്മൾ അവരാവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഓവർ ടൈം എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ചെയ്യുന്നത് എന്നാണ്. ഓവർ ടൈം എന്ന് പറയുന്നത് മിക്കവാറും നമ്മളുടെ ചില ഹോസ്പിറ്റലിൽ വാർഡുകളിലും അല്ലെങ്കിൽ ICUയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഓവർ ടൈം ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ചില ഹോസ്പിറ്റലിലാകട്ടെ ഓൺലി ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ്, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഓവർ ടൈം ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. അതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ഓവർ ടൈമിനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ ചില പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ഓവർ ടൈം ഉണ്ട്. ഓവർ ടൈമിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി 2 to 6 ആയിരിക്കും. ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ 6 to 10 ആണ്. മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം എക്സ്റ്റെൻഡഡ് ഡ്യൂട്ടി ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓവർ ടൈമിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത്. പിന്നെ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഫൈനലി എത്രയാണ് ഒരു ഓവർ ടൈമിൻ്റെ പേയ്മെൻറ്റ് എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റുകയില്ല. പക്ഷേ ഓവർ ടൈം നമ്മൾക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റും ഹോസ്പിറ്റലും ഒക്കെ അനുസരിച്ച് അതിനുള്ള സാധ്യത കൂടിയും കുറഞ്ഞും ഇരിക്കും. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓൺലി നമ്മളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതിയോ എന്ന്. ഇല്ല, എല്ലാ 10th, 12th എല്ലാ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യണം. അത് നമ്മൾക്ക് എന്തായാലും മെയിലിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഡിസേബിൾഡ് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് അറിയില്ല. ഡിസേബിൾഡ് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. നമ്മൾക്ക് അതിനുള്ള ഫാമിലി വിസയ്ക്കുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അറിവിലുള്ളത്. പിന്നെ ചോദിച്ചിരിക്കുന്നത്
ലോക്കൽ റിക്രൂട്ട്മെൻറ്റിൽ ഫാമിലി വിസയിലുള്ള ആളാണ് അപ്ലൈ ചെയ്തു, ഇപ്പോഴും അണ്ടർ പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ളതാണ്. ഫാമിലി വിസക്കാരെ ഇപ്പോൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. എങ്കിലും നമ്മൾക്ക് അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ പ്രോസസ്സിങ്ങിൻ്റെ സ്ഥിതി എന്നുള്ളത് നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ഒന്ന് പോയി അന്വേഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓഫർ ലെറ്റർ വന്നു, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ബാക്കി ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, മെഡിക്കൽ, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുക. അതിനുശേഷം അവർ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ ശേഷം വിസ വരുന്നു. വിസ വന്നതിന് ശേഷം നമ്മൾ PCC എടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം മെയിലിൽ കൂടെ നോട്ടിഫിക്കേഷനും ഇൻഫർമേഷൻസും അവർ തരും. അതനുസരിച്ച് മുന്നോട്ട് പോകുക. കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് ഒരുപാട് വീഡിയോസും ചാനൽസും എൻ്റെ ഈ ചാനലിൽ കൂടെയും ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ സാലറി അവരുടെ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതിനേക്കാളും സാലറി കുറഞ്ഞു പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്നതിന് ശേഷം എല്ലാവർക്കുമുള്ള പ്രൊസീജിയേഴ്സ് തന്നെയാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലുള്ള ആളുകൾക്കും ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയതിന് ശേഷമാണ് സാലറി ഫൈനലൈസ് ചെയ്യുള്ളൂ. 535 അത്രയും കണ്ടാണ് സാലറി പറഞ്ഞിരിക്കുന്ന ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു സാലറി എന്തായാലും കിട്ടേണ്ടതാണ്. പ്ലസ് ആണ് നൈറ്റ് ഷിഫ്റ്റും അല്ലെങ്കിൽ ഗ്രേഡ് അലവൻസും നമ്മളുടെ എക്സ്പീരിയൻസിൻ്റെ അവർ ഏകദേശം ഒരു ആവറേജ് സാലറിയാണ് നമ്മൾക്ക് ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് സാലറി കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മിനിമം സാലറി അത്രയും കിട്ടേണ്ടതാണ് നിങ്ങൾക്ക്. പിന്നെ ഹോസ്റ്റൽ അലവൻസും പല കാര്യങ്ങളും. സാലറിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല, പല വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം പലപ്പോഴും സാലറിയിൽ ഇവിടെ തന്നെ മാറ്റങ്ങൾ, ഗ്രേഡ് ചേഞ്ചും അല്ലെങ്കിൽ നമ്മളുടെ റിസ്ക് അലവൻസും അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് പലപ്പോഴും വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.